ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റത് ചായയൊക്കെ കുടിച്ച് പത്രം നോക്കിയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് രാവിലെയൊന്നും എണീക്കാറില്ല കേട്ടോ. ഇപ്പോൾ വെക്കേഷനല്ലേ, അതുകൊണ്ട് ഒത്തിരി നേരത്തെയൊന്നും എണീക്കാറില്ല. അങ്ങനെ രാവിലെ ഞാൻ ഇഡലിക്ക് ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറുമാണ്. അതിന് വേണ്ടിയിട്ട് അരച്ച് വെച്ച ഇഡലിയൊക്കെ ഞാൻ തട്ടിലേക്ക് മാറ്റി അങ്ങനെ പതിയെ സാമ്പാറിനുള്ള പരിപാടിയൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. സാമ്പാറിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ കഷ്ണമാണോ അതൊക്കെ ഇട്ട് ഞാനൊരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിവസമാണ്, കന്നിയഞ്ച്. ഇവിടെ കന്നിയഞ്ചിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ മൗനജാഥ ഉണ്ടാവും കേട്ടോ. മൗനജാഥ ഉണ്ടാവും. അതുപോലെ മൗനജാഥയൊക്കെ കഴിഞ്ഞ് അവിടെ കഞ്ഞിയും കുഴയും ഉണ്ടാവും. അത് നമുക്ക് വാങ്ങി കൊണ്ടുപോരാം. അതുപോലെ ഇവിടെ അടുത്ത് വേറൊരു ക്ഷേത്രമുണ്ട്, കാര്യകാട് എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ സദ്യ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് അമ്മയും അച്ഛനും സാധാരണ മൗനജാഥക്ക് പോയിട്ട് അവിടെ പോയി കഞ്ഞി മേടിച്ചിട്ട് വരും. ഞാൻ ഇവിടെ അമ്പലത്തിൽ പോയി സദ്യയും കഴിക്കാറുണ്ട്. അങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ അമ്മയ്ക്കും സുഖമില്ല. അമ്മയ്ക്ക് എന്തോ ക്ഷീണം, നടക്കാനൊന്നും വയ്യെന്നും പറഞ്ഞ് അമ്മ മൗനജാഥക്ക് പോയില്ല. അതുപോലെ എനിക്കും കൊച്ചിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, അവനും വയ്യാത്തതുകൊണ്ട് ഞാനും ഇന്നെങ്ങും പോയില്ല. അച്ഛൻ മാത്രമേ അതുകൊണ്ട് മൗനജാഥക്ക് പോയുള്ളൂ. ബാനൂട്ടിയും അപ്പയും കൂടി എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയി. അവിടെ കൂട്ടുകാരൊക്കെ വിളിച്ചു കുഞ്ഞോനെ. അതുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ സദ്യയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഹെൽപ്പിനൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും പോവും, ഞങ്ങൾ വീട്ടിൽ ഇരിക്കും. അങ്ങനെയുണ്ട് കേട്ടോ ഇന്നത്തെ പ്ലാനിങ് ഒക്കെ. അങ്ങനെ എൻ്റെ ഇഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡിയായി. അതിനിടക്കാണെങ്കിൽ അപ്പം ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും ചെറുപായസം കൊണ്ടുവന്നായിരുന്നേ. അവന് ഭയങ്കര ഇഷ്ടമാണ് ചെറുപായസം. പക്ഷേ എന്ത് ചെയ്യാം, കൊച്ചത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഈ വായുടെ ഇവിടെ ഈ വീർത്തിരിക്കുന്ന ഇവിടെ ഭയങ്കര വേദനയായിരുന്നേ. പക്ഷെ അന്നേരം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വേണ്ടടാ കഴിക്കണ്ട, കഴിച്ചാൽ നിനക്ക് നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവൻ കഴിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് കഴിച്ചതാണ്. പക്ഷേ പകുതി ആയപ്പോൾ തന്നെ പുള്ളിക്ക് വേദന തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഈ മരുന്നൊക്കെ ഇട്ട് കൊടുത്തു. മരുന്നിട്ട വേദനയൊന്നും കുറയില്ല, നീരിന് വേണ്ടി അങ്ങനെ ഇടുന്നതാണ്. പക്ഷെ അവനൊരു സമാധാനം ആയിക്കോട്ടെ, ഇട്ട് കഴിഞ്ഞാൽ വേദന കുറയുമെന്നൊരു തോന്നൽ കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ വേഗം തന്നെ ഇട്ടതാണ്. പിന്നെ ഞാൻ ഓരോന്നേ പറഞ്ഞ് കളിപ്പിച്ചൊക്കെ വന്നപ്പോഴേക്കും പതിയെ പുള്ളിയുടെ ആ സങ്കടമൊക്കെ മാറി കേട്ടോ. ഇതിനിടക്കാണെങ്കിൽ ബാനൂട്ടിയും അപ്പയും കൂടി പോവുകയും ചെയ്തു. ഞാനും അവനും കൂടി അങ്ങനെ നടന്ന് കളിച്ചു. അപ്പോഴേക്കും മൗനജാഥ മറ്റേ ഈ മൈക്കിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കണം കേട്ടോ റോഡിലേക്ക്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല, വെയിലും കൊള്ളിച്ച് പോകണ്ടേ. ഇവനിവിടെ നിർത്തിയിട്ട് പോയാൽ അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ ഇവിടെ നിർത്തി നേരെ മുകളിൽ കയറി പതിയെ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത്. അത്ര ക്ലിയർ ഒന്നും ആയിട്ടില്ല എന്നറിയെങ്കിലും അതിലൂടെ ആളുകൾ പോകുന്നത് കാണാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ ആ വീഡിയോയൊക്കെ എടുത്ത് അവിടെ അടുത്ത് പോയി നിർത്തിയിരുന്നെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും മൊബൈലിലെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇനിയുള്ളത്. അത് അവർ സദ്യ കഴിക്കുന്നതും അവിടെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അവിടെ സദ്യയാണ്. സാധാരണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കഞ്ഞിയാണ് വരാറ്, പക്ഷേ ഇപ്പോൾ ചിലയിടത്തൊക്കെ സദ്യ ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇന്നത്തെ ദിവസം കഞ്ഞി കുടിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ചെറുപ്പം മുതലേ ഇന്ന് കഞ്ഞിയാണ് കുടിക്കാറ്. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കഞ്ഞിയും അതുപോലെ കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ ഈ എല്ലാ വർഷവും ഈ ദിവസം അത് കുടിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ സദ്യ കഴിക്കാനൊക്കെ മടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.